ക്രൈസ്തവ വിശ്വാസിയായ ഒരമ്മ എങ്ങനെയായിരിക്കണം എന്നതിന് ഉത്തമ മാതൃകയാണ് വിശുദ്ധ മോനിക്ക. തിന്മയുടെ പടുകുഴിയിൽ നിന്ന് വിശുദ്ധിയുടെ പടവുകളിലേക്ക് മകനെ കൈപിടിച്ചുയർത്തിയ ഒരമ്മ. അതിനായി ആ അമ്മ സ്വർഗത്തിന് നൽകിയത് അവളുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ്. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയ്ക്ക് അമ്മ ക്ഷമയോടെ കാത്തിരുന്നപ്പോൾ അവൾ അറിഞ്ഞില്ല സ്വർഗം 2 വിശുദ്ധരെ പണിയുകയായിരുന്നുവെന്ന്. ഉത്തരാഫ്രിക്കയിലെ കാർത്തേജിൽ ഭക്ത ക്രിസ്തീയ കുടുംബത്തിലാണ് മോനിക്ക ജനിച്ചതെങ്കിലും പ്രായമായപ്പോൾ പാട്രീഷ്യസ് എന്ന ഒരു വിജാതീയനെ വിവാഹം കഴിക്കേണ്ടി വന്നു. വിശുദ്ധ മോനിക്കയുടെ ജീവിത വീതിയിലൂടെ നമുക്കും സഞ്ചരിക്കാം. പിതാവായ ദൈവമേ, പാട്രീഷ്യസിനെയും എൻ്റെ മക്കളെയും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. മദ്യാസക്തിയിൽ നിന്നും ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും അയാളെ രക്ഷിച്ച് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നയിക്കണമേ. എന്താണ് പാല് തുറക്കാനായിട്ട് താമസം? എന്നാണ് വിട്ടു വെച്ചേക്കട വാഴക്കുള്ളിൽ. അയ്യോ അമ്മേ, അയ്യോ എൻ്റെ നെഞ്ച്, അയ്യോ പൊട്ടു അമ്മേ. സർവശക്തനായ ദൈവമേ, അങ്ങിത് കാണുന്നില്ലേ? എന്നിൽ കനിയണമേ. എൻ്റെ പ്രാർത്ഥന നീ ഒന്ന് കേൾക്കണമേ. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. പാട്രീഷ്യസ് രോഗശയ്യയിലായി. അങ്ങേക്ക് നല്ല ക്ഷീണമുണ്ട്, ദാ ഇത് കഴിക്കേ. മോനിക്ക, എനിക്ക് മതി, കഴിക്കാൻ പറ്റണില്ല. അങ്ങേക്ക് മരുന്ന് കഴിക്കേണ്ടതല്ലേ? ഒന്ന് വായി തുറക്ക്. ദാ ഇത് കഴിക്കൂ പാട്രീഷ്യസ്, ഒന്ന് കഴിക്കുന്നേ. മോനിക്ക, നിനക്ക് എങ്ങനെ എന്നെ ഇതുപോലെ സ്നേഹിക്കാൻ കഴിയണം, ശുശ്രൂഷിക്കാൻ കഴിയണം? ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല, ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ വിശ്വാസം സത്യമാണെന്നും നിൻ്റെ ദൈവം സർവശക്തനാണെന്നും എനിക്ക് ബോധ്യമായി. എനിക്കും ജ്ഞാനസ്നാനം സ്വീകരിക്കണം. ഓ പാട്രീഷ്യസ്, ഞാനീ കേട്ടത് സത്യമാണോ? പിതാവായ ദൈവമേ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ ഇപ്പോൾ തന്നെ വരാട്ടോ, അച്ഛനെയും കൊണ്ട്. പാട്രീഷ്യസ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു. ആമേൻ. ചങ്ങാതിമാരെ, വരൂ വരൂ, ഇരിക്കൂ. നോക്കൂ, ഒരു രസിക സാധനം എൻ്റെ കയ്യിലുണ്ട്. ലഹരി സിരകളിൽ കത്തിപ്പടരുന്നു. വരൂ, നമുക്കാഘോഷിക്കാം, ആനന്ദ നൃത്തമാടാം. പിതാവായ ദൈവമേ, എൻ്റെ മകനെ നീ കാണുന്നില്ലേ? വിവാഹം കഴിക്കാതെ 18-ാം വയസ്സിൽ അവനൊരു പിതാവായിരിക്കുന്നു. ഞാനിതെങ്ങനെ സഹിക്കും? ഇപ്പോഴിതാ അവൻ മാണിക്കേയ മതപ്രചാരകനായി പ്രസംഗിച്ചു നടക്കുന്നു. ഞാനിനി എന്തു ചെയ്യും? ഈ റോം നഗരിയിൽ പ്രസംഗകല പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയം ഞാൻ തുറന്നു. ഇനി എന്നിലേക്ക് ചെറുപ്പക്കാരെ യഥേഷ്ടം അടുപ്പിക്കാം. നിനക്ക് സുഖമാണോ? പിതാവേ, എനിക്ക് സുഖമാണ്. വരൂ,
നമുക്ക് കത്തീഡ്രലിൽ പോയി അവിടെ ഇരുന്ന് സ്വസ്ഥമായി സംസാരിക്കാം. മോനെ, നിനക്ക് എന്തു പറ്റി? നീ ആകെ അസ്വസ്ഥനാണല്ലോ. അമ്മേ, പിതാവിൻ്റെ പ്രസംഗവും വിശുദ്ധ പൗലോസ്ലിഹായുടെ വാക്കുകളും എൻ്റെ കർണപുടങ്ങളിൽ മുഴങ്ങുന്നു. ഈ നിമിഷം ഞാൻ എൻ്റെ എല്ലാ സ്ഥാനമാനങ്ങളും ഉപേക്ഷിക്കുന്നു. അങ്ങെനിക്ക് ഇതുപോലൊരു അമ്മയെ നൽകിയതുകൊണ്ടാണ്. ഈ അമ്മയെ എനിക്ക് നൽകിയതിന് എത്ര സ്തുതിച്ചാലും മതിവരില്ല. എന്നോട് ക്ഷമിക്കണേ. അമ്മയുടെ പ്രാർത്ഥനയ്ക്കും ത്യാഗത്തിനും ഏതൊരു മഹാപാപിയെയും വിശുദ്ധനാക്കാൻ കഴിയും. അതിന് ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധ മോനിക്ക പുണ്യവതി.